ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളത്തെ റിവ്യൂല് നമ്മുടെ ഇവളാണെങ്കിൽ വർഷയാണെങ്കിൽ ഡബ്ബിങ് ചെയ്യാണ്. അപ്പോൾ പ്രസവത്തിൻ്റെ ആ ഒരു കാര്യമാണ്, സീനാണ് ഡബ്ബ് ചെയ്യുന്നത് ഡെലിവറിയുടെ സമയത്തുള്ളത്. അപ്പോൾ പ്രസവവേദന എടുത്ത് ഒരു പെണ്ണ് കരയുന്നതായിട്ടുള്ളൊരു അത് ആ ഒരു കരച്ചിലാണ് അവള് ഡബ്ബ് ചെയ്യുന്നത്. അങ്ങനെ അത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പെണ്ണിൻ്റെ ആ ഒരു വേദനയും കരച്ചിലൊക്കെ കണ്ടിട്ട് അവൾ അങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് തന്നെയാണ് അവൾ അത് ഡബ്ബ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കണ്ട് അവൾ ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും വേദന എടുത്തിട്ടാണോ ഒരു കുഞ്ഞിനൊരു പെണ്ണ് ജന്മം നൽകുന്നത് എന്നുള്ള ഒരു പേടിയിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ തൻ്റെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുകയാണ്. അങ്ങനെ അമ്മ പറയുന്നുണ്ട്, വർഷേ നീ എവിടെയാ? ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ഞാൻ അമ്പലത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്നെ പ്രസവിച്ചപ്പോൾ ഒരുപാട് വേദന എടുത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെന്താ നീ ഇപ്പം ചോദിക്കാൻ കാരണം? അത് പിന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ. അമ്മ ഞാൻ ഇപ്പതേ ഡബ്ബ് ചെയ്തു, അതിനെ ആ ഒരു സീൻ ഡബ്ബ് ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വേദന എടുത്തിട്ടാണല്ലേ അമ്മ എന്നെ പ്രസവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നീ എന്തായാലും നാളെ നിനക്കും അത് അനുഭവിക്കേണ്ടതാണ്, നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വർഷ അടി കിട്ടിയ പോലെയാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, രേവതി നല്ല തലവേദന, ഒരു ചായ എടുത്തേ എന്ന് പറയുകയാണ്. അപ്പൊ അതേ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ ചായ എടുക്കുന്നുണ്ട്. ആ സമയം വർഷ അതിലേ ഇങ്ങനെ വരികയാണ്, ഒരു ബോധമില്ലാതെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട്, വർഷ നീ എന്ത് നേരത്തോട് വന്നോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ശ്രുതി പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ തട്ടി വിളിച്ചിട്ട് നിന്നോടാ ചോദിച്ചത്, നീ എന്താ ഞാൻ പറയുന്നതിന് ഉത്തരവൊന്നും പറയാതെ എവിടേക്കോ പോകുകയാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി ചോദിക്കുകയാണ്, വർഷേ നിനക്ക് ചായ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ചായ എടുത്തു ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് 3 പേരും ടേബിളിൽ ചുറ്റിലും ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് 2 പേരും രേവതി ആയാലും ശ്രുതി ആയാലും വർഷ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ വർഷ പറയാണ്, ഇനി ഞാൻ ഒരിക്കലും ശ്രീകാന്തുമായിട്ട് കൂടുതൽ അടുക്കില്ല. അതെന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അല്ല, ഞാൻ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഞാനല്ലേ വേദന അനുഭവിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ എന്തിനെ കുറിച്ചായി പറയുന്നത്? അതെ, ഞാൻ ഇന്നൊരു സീൻ വോയിസ് കൊടുത്തു, അപ്പോൾ അത് ഡെലിവറി സീൻ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്ത് ഫുഡ് ഡെലിവറിയോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ബേബി ഡെലിവറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വേദന എനിക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായി, ഒരു പെണ്ണ് എത്രയോ വേദനിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അനുകൂലിക്കില്ല, ഞാൻ ഒരിക്കലും ഇനി പ്രസവിക്കുകയില്ല എന്നിങ്ങനെ വർഷ പറയുകയാണ്. ഞാൻ വിചാരിച്ചതേ 10 മാസം അല്ലെങ്കിൽ 9 മാസത്തോളം ശരിക്കും എല്ലാവരുടെയും പരിചരണയും അതുപോലെ എല്ലാവരുടെയും സ്നേഹമൊക്കെ കിട്ടി നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നല്ല സുഖത്തോടു കൂടി ഇതാക്കാം എന്നൊക്കെയാണ് എൻ്റെ ധാരണയായിരുന്നത്. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു പ്രസവം നടത്തുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് വർഷം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, നീ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തായാലും നീ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലേ? അപ്പോൾ നീ ഇങ്ങനെ പ്രസവിക്കണ സിനിമയിലൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് വേദന ഉള്ളതൊന്നും ഞാൻ അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രുതി പറയുകയാണ്, ശ്രുതി പെട്ടെന്ന് അവൾക്കുണ്ടായ അനുഭവമാണല്ലോ, അവൾ എന്തായാലും ഒന്ന് പ്രസവിച്ചതാണല്ലോ. അപ്പോൾ അവളിങ്ങനെ പറയുകയാണ്, വർഷേ നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല, 9 മാസം നമുക്ക് സുഖമായിട്ട് അങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ 2-3 മാസത്തോളം നമുക്ക് ഛർദിയും തലകറക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ 4-5 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ വയറ്റിൽ കുഞ്ഞ് വളർന്നിങ്ങനെ വരുന്നതും. അപ്പം നമുക്ക് വെയിറ്റ് സാധാരണ രീതിനേക്കാളും വെയിറ്റ് നമ്മൾ വെക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ കാലുവേദനയും തണ്ടൽ വേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇരുന്ന് കഴിഞ്ഞാൽ നടക്കാൻ തോന്നും, നടന്നാലോ ഇരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കടന്നു പോകും. കാലിൽ നീരും കാര്യങ്ങളൊക്കെ വരും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ പ്രസവത്തിൽ ഏതേത് മാസം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ആകെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രേവതി ആയാലും വർഷയായാലും ശ്രുതിയുടെ വായാലും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതിക്ക് ഇങ്ങനെ സംശയം, എന്താണ് ഇത്ര ക്ലിയർ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് എന്നുള്ളൊരു ഇങ്ങനെ ആലോചിച്ച് അവളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് ഡെലിവറിക്ക് ചെന്ന് കഴിഞ്ഞാൽ
പെയിൻ, നല്ല പെയിൻ. ചിലവർക്ക് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ പ്രസവം കഴിയും. പെയിൻ അതോടുകൂടി പെയിൻ തുടങ്ങി അങ്ങനെ പ്രസവം കഴിയും. പക്ഷേ ചില സ്ത്രീകൾക്ക് ഒരു ദിവസം മുഴുവനും ചിലപ്പോൾ പെയിൻ നിൽക്കും. അതൊക്കെ ഓരോരുത്തർ ശരീരപ്രകൃതി അനുസരിച്ചായിരിക്കും. പിന്നെ വികസിക്കുന്ന സമയത്ത് നമുക്ക് മരണത്തിന് തുല്യമായിട്ടുള്ളൊരു വേദനയായിരിക്കും. നമ്മളെ അസ്ഥികളൊക്കെ ഒടിഞ്ഞു പോകുന്ന രീതിയിലുള്ള വേദനയായിരിക്കും നമുക്കുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വർഷ അയ്യോ എനിക്ക് കേൾക്കണ്ട പൊന്നെ, ഞാൻ ഇനി പ്രസവിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രുതിയോട് പറയാണ്, എന്തൊക്കെയാ ശ്രുതി നീ പറഞ്ഞു കൊടുക്കുന്നത്? അവളല്ലെങ്കിലേ പേടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതും കൂടിയും പറഞ്ഞ് അവളുടെ ആ പേടി കൂട്ടണ്ട എന്നിങ്ങനെ പറഞ്ഞ് രേവതി വഴക്ക് പറയുന്നുണ്ട് ശ്രുതിയെ. അങ്ങനെ നീ ഇവിടെ ഇരുന്നേ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യമല്ല. എന്തായാലും നിനക്കൊരു കുഞ്ഞ് വേണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 2 പെണ്ണുങ്ങളുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ 2ആളും പ്രസവിക്കൂല, അപ്പോൾ അതിനൊന്നൊരു കുഞ്ഞിനെ ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം എന്ന് വർഷ അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ അവർ അന്തം വിട്ട് 2 പേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം, ഞാൻ എന്തായാലും പ്രസവിക്കില്ല, അതിന് വേറെ എന്തെങ്കിലും മാർഗം ഞാൻ നോക്കും എന്നിങ്ങനെയൊക്കെ നമ്മുടെ വർഷ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വർഷയെ ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ രേവതി പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ അമ്മ 3 പ്രസവിച്ചതാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ അമ്മ, അതായത് സച്ചിയേട്ടൻ്റെ ഒക്കെ അമ്മ, അതും 3 പ്രസവിച്ചതല്ലേ. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, വർഷ ചോദിക്കുകയാണ്, അത് ശരിയാണോ? ഒരു പ്രസവത്തിൻ്റെ വേദന അറിയുമ്പോൾ തന്നെ നമുക്ക് മതിയാവും, പിന്നെ ഇങ്ങനെ ഇവർ 2-3 പ്രസവിക്കണത് എന്നിങ്ങനെ ചോദിക്കുന്നു. എനിക്ക് അതാ മനസ്സിലാവാത്തെന്ന് വർഷ പറയാണ്. അപ്പോൾ വർഷേ ഇപ്പോൾ ഇങ്ങനെ 2-3 ആദ്യം പഴയ കാലത്തിലൊക്കെ നമ്മുടെ പൂർവികരൊക്കെ 10-12 പ്രസവിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പ്രാന്താണോ? ഒരു വേദന കഴിയുമ്പോൾ ഇവർ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, ഭർത്താക്കന്മാർക്ക് ഇത് തന്നെയായിരുന്നോ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ ആ പെണ്ണിനെ അടിച്ചമർത്തുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ് വർഷം അങ്ങനെ പറയുന്നുണ്ട് ഓരോന്നായിട്ട്. എന്തായാലും അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയാണ്. സച്ചിയാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ, അതായത് നമ്മുടെ രവിയുടെയും ചന്ദ്രയുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മുമ്മയെ കലാവതി അച്ചമ്മയെ കൊണ്ടുവരികയാണ്. അങ്ങനെ അച്ചമ്മ ഇവിടേക്ക് വന്നിട്ട് അച്ചമ്മയോട് പറയുന്നുണ്ട്, അച്ചമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആടാ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, നീ ഇത്തിരി നേരത്തോടെ എന്നെ വന്ന് വിളിക്കേണ്ടതല്ലായിരുന്നു, ഒക്കെ ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കലാവതി അമ്മ നേരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തായാലും അവിടെ എത്തുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്ന് പേടിക്കുന്നുണ്ട്. അമ്മയെ കണ്ടിട്ട് എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ എനിക്ക് ഇവിടേക്ക് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും രേവതി ചെന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, അല്ല കഴിഞ്ഞ ആഴ്ച പോയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ എന്താന്ന് ചോദിച്ചത്, എനിക്കിവിടെ വരേണ്ട കാര്യമുണ്ടായി എന്ന് പറഞ്ഞ് കലാവതി അമ്മ ചന്ദ്രയോട് വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരുടെ പിണക്കം മാറ്റാൻ വന്ന അച്ചമ്മ എങ്ങനെയാണ് അവരുടെ പിണക്കം മാറ്റുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.